ഹലോ, എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് എക്സ്ട്രാ ഇന്ത്യസ് എന്നാണ്. നമ്മൾ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ഒറ്റപ്പാലം ലക്കിടി ഇൻഫ്രാ പാർക്കിൻ്റെ അകത്താണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. മാർക്കറ്റിൽ ഓൾറെഡി നമ്മളൊരു മോർ ദാൻ 6 years ആയിട്ട് നമ്മുടെ പ്രസൻസ് ഉണ്ട്. എന്ന് മാത്രമല്ല, നമ്മൾ ഫോക്കസ് ചെയ്തേക്കുന്നത് മെയിൻലി വില്ല അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഇൻറ്റീരിയറിലാണ്. സോ നമ്മൾ ബിൽഡേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരുപാട് പ്രൊജക്ട്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു മേഖലയിൽ തന്നെ ഒരുപാട് ഡൗട്ട്സ് എപ്പോഴും നമുക്ക് കണ്ടിന്യൂസ്ലി കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വരാറുണ്ട്. സോ അത്തരം ഡൗട്ടുകളും എന്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒത്തിരി അധികം കാര്യങ്ങൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനാണ് നമ്മളിന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ബിജു ബ്രോ, പലരും ഡൗട്ടാണ് എപ്പോഴാണ് ശരിക്കും പറഞ്ഞ ഒരു ഇൻറ്റീരിയറിൻ്റെ ഒരു പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അത് വീട് പണി കഴിഞ്ഞിട്ടാണോ, അത് വീട് പണി മുമ്പ് തന്നെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന്. പലരും ഇപ്പോൾ വീട് പണി കഴിഞ്ഞതിന് ശേഷമായിരിക്കും പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുക. അപ്പോൾ നമുക്ക് പലർക്കും പലതും വീട്ടിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാതെ വരും. അപ്പോൾ ശരിക്കും നമ്മൾ കോസ്റ്റ് സേവ് ചെയ്യാനൊക്കെ ആയിട്ട് എപ്പോഴാണ് ശരിക്കും ഇൻറ്റീരിയർ നമ്മൾ പ്ലാൻ ചെയ്ത് തുടങ്ങേണ്ടത്? ഇത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇൻറ്റീരിയർ ഏത് ഘട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയാത്ത ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് വരാറുണ്ട്. പലപ്പോഴും പലരും ധാരണ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻറ്റീരിയർ ഏറ്റവും ലാസ്റ്റ് അന്വേഷിച്ചാൽ പോരെ എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് പലരും വരാറ്. പക്ഷെ ആ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ നമ്മളത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മളെ കയ്യിൽ നിന്ന് ആ കോസ്റ്റിൻ്റെ ഒരു 20% നമുക്ക് വേസ്റ്റേജ് പോകാറുണ്ട്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് പറയാറ്, ഒരു വീട് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ എപ്പോൾ പ്ലാൻ ചെയ്യുന്നു സെയിം ടൈം സൈമൾട്ടേനിയസ്ലി നമ്മളൊരു ഇന്റീരിയർ പ്ലാനും നിർബന്ധമായിട്ടും ഡെവലപ്പ് ചെയ്തിരിക്കണം. അതെ. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ആദ്യം ചെയ്യാൻ ലൈറ്റ് പോയിന്റ്സ്, അതുപോലെ തന്നെ ഒരുപാട് പോയിന്റുകളൊക്കെ അഡീഷണൽ ആഡ് ചെയ്യാറുണ്ട്. രണ്ടാമത് നമ്മൾ ചെയ്യുമ്പോഴൊക്കെ ഭിത്തി പിന്നെയും പൊട്ടിക്കേണ്ടി വരും, അതൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലേ? അതൊക്കെ ഒരുപാട് കോസ്റ്റുമാണ്, സമയമെടുക്കും, പറഞ്ഞ ഫിനിഷിങ് കിട്ടത്തുമില്ല. അപ്പോൾ നമ്മൾ വീട് പണിക്ക് മുന്നേ തന്നെ ഏകദേശം ഒരു ഐഡിയ എടുത്തു വെക്കണം. അത് തന്നെയാണ് അതിന്റെ എക്സാക്ട് ആൻസർ. കാരണം അതിൽ ഒരുപാട് റീസൺസ് നമുക്ക് പറയാനുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു ബെഡ്റൂം എടുത്തു. ഓക്കെ, നമ്മളൊരു ബെഡ്റൂം എടുത്ത് നമ്മൾ ഫർണിച്ചർ ലൈഔട്ട്, ലൈറ്റ് പോയിന്റ്സ് ഒക്കെ ഇനീഷ്യലി സെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ വർക്കിനും ശേഷം നമ്മൾ ഇന്റീരിയർ പ്ലാനിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഡിസൈൻ അനുസരിച്ചിട്ട് ഡിമാൻഡ് ചെയ്യുന്ന കുറെ ലൈറ്റ് പോയിന്റ്സ് ഉണ്ടായിരിക്കും. സോ അവിടേക്ക് നമുക്ക് ലൈറ്റ് പോയിന്റ്സ് ചിലപ്പോൾ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. പിന്നെ അൺവാണ്ടഡ് ലൂപ്പിംഗ്സ്, ഇലക്ട്രിക്കൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമില്ലാത്ത ഇലക്ട്രിക്കൽ ലൂപ്പിംഗ്സ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ അത് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ലൈറ്റ് പോയിന്റ്സ് കൃത്യമായിട്ട് കൊണ്ടുവരാനും നമ്മൾ വിചാരിച്ച രീതിയിൽ നമ്മുടെ ഇന്റീരിയറിനെ നമുക്ക് ആ ഡിസൈനിനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്തെടുക്കാനും പറ്റും. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫർണിച്ചർ ലൈഔട്ട് നിർബന്ധമായിട്ടും നമ്മൾ ചെയ്തിരിക്കണം. കാരണം ചില കേസുകൾ നമുക്ക് വരാറുണ്ട്. ചില കേസുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റീരിയറിന്റെ യാതൊരുവിധ പ്ലാനിങ് ഫസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ബെഡ് കോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാർഡ്രോബ് ബെഡ് കോട്ട് നമ്മുടെ ഡിസ്റ്റൻസ്, സോ ആ ഡിസ്റ്റൻസ് നമുക്കൊരു ഇഷ്യൂസ് വരാറുണ്ട്. സോ പിന്നീട് നമുക്ക് സംഭവിക്കുന്നത് ഒരുപാട് കോംപ്രമൈസിങ് ആണ്. വീട് എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. സോ ആ സ്വപ്നം പിന്നെ കുറെ കഴിയുമ്പോൾ നമുക്കത് കോംപ്രമൈസ് ചെയ്ത് നമ്മുടെ ഒരു സ്വപ്നം അല്ലാത്തൊരു സ്റ്റേജിലേക്ക് പോകുന്ന ഒരു കണ്ടീഷൻ കാണാറുണ്ട്. സോ എപ്പോഴും ഒരു ഫർണിച്ചർ ലൈഔട്ട്, ഇലക്ട്രിക്കൽ ലൈറ്റിംഗ് പോയിന്റ്സ്, ഇതിനൊക്കെ കൃത്യമായ പ്ലാനിങ് നമുക്ക് കിട്ടണം. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങിനെ പറ്റി പറയുമ്പോഴത്തേക്കും നമുക്കൊരു ഇലക്ട്രിക്കൽ ഡയഗ്രാം എപ്പോഴും ഒരു വീട്ടിൽ വേണം. അതിന് മെയിൻ സംഭവം എന്ന് പറയുമ്പോൾ നമ്മളൊരു കട്ടിൽ കടന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ബെഡ് സ്വിച്ച് നമ്മുടെ കയ്യെത്തി ഓൺ ആക്കണം എന്നുള്ളതിന് വരെ ഒരു അളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അത് ഒരുപാട് മേളിലേക്ക് പൊങ്ങിപ്പോയാലോ താഴേക്ക് വന്നാലും നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പാടായിരിക്കും. അപ്പോൾ അതൊക്കെ അതിനകത്ത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതെ. ഇപ്പോൾ നെക്സ്റ്റ് ഞാൻ ഇപ്പോൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരുപാട് മെറ്റീരിയൽസ് പലരും പറയുന്നുണ്ട്. അതായത് ഇന്ന മെറ്റീരിയൽസ് എടുക്കണം, അല്ലെങ്കിൽ ചില ആൾക്കാർ അത് വേണ്ടെന്ന് പറയും, അല്ലെങ്കിൽ ചിലത് നെഗറ്റീവ് ഉണ്ടെന്ന് പറയും, ചിലതിന് അങ്ങനെ പലതിലും വെച്ച് ആൾക്കാർ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അത് മാത്രമല്ല, ചില മെറ്റീരിയലൊക്കെ പ്രൈസ് വൈസ് ആണെങ്കിലും ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ എൻ്റെ ചില ക്ലയൻസൊക്കെ പറയാറുണ്ട്, ഒരു 4 ഇൻറ്റീരിയേഴ്സ് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ 4 പേരും 4 തരത്തിലുള്ള റേറ്റ് ആയിരിക്കും പറയുന്നുണ്ടാവുക. പ്രത്യേകിച്ച് ഒരാൾ വന്ന് പോയി എന്ന് പറയുന്നത് രണ്ടാമത് വരുന്ന ആൾ അതിലും റേറ്റ് കുറവുള്ളതായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ശരിക്കും പറയുകയാണെങ്കിൽ ഈ റേറ്റിൽ കോംപ്രമൈസ് ചെയ്യുമ്പോൾ ക്വാളിറ്റിയിൽ പ്രശ്നം വരത്തില്ലേ? തീർച്ചയായിട്ടും. അത് ഏതൊരാൾക്ക് ആലോചിച്ച് തന്നെ അറിയുന്ന ഒരു ലോജിക്കൽ കാര്യമാണ് അത്. അതായത് റേറ്റിന്റെ എഗെയിൻസ്റ്റ് ക്വാളിറ്റി എന്നുള്ളത്. പിന്നെ എനിക്ക് നമുക്ക് ആരും ഡിസ്കസ് ചെയ്യാത്തൊരു മാറ്ററാണ്. എനിക്ക് തോന്നുന്നു ഒരു പ്രൊഡക്റ്റും മോശം പ്രൊഡക്റ്റ് അല്ല. മാർക്കറ്റിൽ ഒരാളൊരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ അതൊരു മോശം പ്രൊഡക്റ്റ് ആയിട്ടല്ല ഇറക്കുന്നത് ആക്ച്വലി. പിന്നെ എപ്പോഴാണ് ഈ പ്രശ്നം സംഭവിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാത്ത വർക്കിൽ, ഇപ്പോൾ സാറിന്റെ റിക്വയർമെന്റ് എന്താണോ അത് തന്നെ ആയിരിക്കണം ഞാൻ ഫുൾഫിൽ ചെയ്യേണ്ടത്. സാറിന്റെ റിക്വയർമെന്റിന് അല്ലാത്തൊരു പ്രോഡക്റ്റ് ഞാൻ സാറിന് തന്നെ അത് സാറിന് ഒബ്വിയസ്ലി അതൊരു ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, നമ്മളൊരു സൺഗ്ലാസ് എടുക്കാം. സൺഗ്ലാസ് ഒരിക്കലും ഒരു മോശം പ്രൊഡക്റ്റ് അല്ല. നമുക്കത് സണ്ണുള്ള സമയത്ത് നമുക്കത് വളരെ യൂസ്ഫുൾ പ്രൊഡക്റ്റാ എന്ന് കരുതി നമ്മളത് നൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യും. തീർച്ചയായിട്ടും അത് നമുക്ക് ആ കോമൺ സെൻസിലായിട്ടില്ല അറിയാം. എന്ന് കരുതി സൺഗ്ലാസ് ഒരു മോശം പ്രൊഡക്റ്റ് ആണോ എന്നുള്ളതാണ് അവിടെ ക്വസ്റ്റ്യൻ. ഒരിക്കലല്ല. അപ്പോൾ ഓരോ റൈറ്റ് പ്ലേസിൽ റൈറ്റ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്ന ഒരു സംശയം, കസ്റ്റമേഴ്സിന്റെ ഒരു ഫ്രഷ് കസ്റ്റമർ വന്ന് നമുക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്ലൈവുഡ് ആണോ, പ്ലൈവുഡ് ആണെങ്കിൽ ഇഷ്യൂസ് അല്ലേ എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു കോമൺ ഡൗട്ട്. ഇന്റീരിയറിന്റെ ഏറ്റവും വലിയൊരു ഡൗട്ട് എല്ലാവരും റേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ അത് തന്നെയാണ്, പ്ലൈവുഡ്.
അപ്പോൾ ശരിക്കും പ്ലൈവുഡ് ഒരു മോശം പ്രൊഡക്റ്റ് അല്ല. അപ്പോൾ എപ്പോഴാണ് മോശം പ്രൊഡക്റ്റ് ആവുന്നത്? ഈ പ്ലൈവുഡിൽ ഒരുപാടധികം ക്വാളിറ്റീസ് ഉണ്ട്. നമുക്ക് പല ഗ്രേഡ്സ് ഉണ്ട്, 710, 303, അതിൽ തന്നെ BWR, BWP, 710 എന്ന് പറയുന്നത്, പിന്നെ MR പ്ലൈവുഡ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയധികം പ്ലൈവുഡ്സ് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ തന്നെ അതിന് ഓരോന്നിനും എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ സാറോട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഒരു എക്സിബിഷൻ കൗണ്ടർ സെറ്റ് ചെയ്യണം നമുക്ക്. എക്സിബിഷൻ എന്ന് പറഞ്ഞെങ്കിൽ വളരെ ചുരുങ്ങിയ ദിവസത്തിനാണ്, ഒരു 1 വീക്ക് മാക്സിമം, ഇല്ലെങ്കിൽ 3 ഡേയ്സ്, ഇല്ലെങ്കിൽ 10 ഡേയ്സ്, ഈ രീതിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഒരുപാടധികം കോസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു മറൈൻ ഗ്രേഡ് പ്ലൈവുഡിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് MR കൊമേഴ്ഷ്യൽ ഗ്രേഡ് പ്ലൈവുഡ് ആണ് എന്ന് കരുതി നമ്മളൊരു 10 to 15, 20 ഇയേഴ്സ് ലാസ്റ്റ് ചെയ്യേണ്ട ഒരു വീടിലേക്ക് നമ്മൾ ഇതേ ക്വാളിറ്റി പ്ലൈവുഡ് കൊണ്ടുപോയി കഴിഞ്ഞാലോ? ശരിയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ യഥാർത്ഥ ആൻസർ എന്ന് പറയുന്നത്. ഇപ്പോൾ റൈറ്റ് പ്ലേസിൽ റൈറ്റ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് എടുക്കാം. ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ ഒരു വിത്തിൻ 5 ഇയറിനകത്ത് ഒന്നില്ലെങ്കിൽ ആ ബിസിനസ് ചിലപ്പോൾ വൈൻഡ് അപ്പ് ആയിരിക്കാം, ഇല്ലാത്ത പക്ഷം അത് റിനോവേറ്റ് ചെയ്തിട്ട് അപ്ഗ്രേഡ് ചെയ്യേണ്ട അവസ്ഥ വന്നേക്കാം. സോ ഒരു 5 ഇയർ കാലാവധിയിലാണ് എപ്പോഴും നമ്മൾ കൊമേഴ്ഷ്യൽ സ്പേസിനെ നമ്മൾ കാണാറ്. അപ്പോൾ അവിടെ നമ്മൾ ഒരുപാട് കൂടുതൽ കോസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ കൊമേഴ്ഷ്യൽ സ്പേസും അല്ല, ചില കേസുകൾ. അപ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നത് ഓരോ കേസുകളും നമ്മൾ വ്യക്തമായി പഠിച്ച് അതിന് ഏത് പ്രൊഡക്റ്റാണോ ഏറ്റവും ആപ്റ്റായിട്ട് തോന്നുന്നത് വെച്ചാൽ അത് തന്നെ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ പ്ലൈവുഡിൻ്റെ കാര്യം. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലൈവുഡിൻ്റെ ഒരു മെറ്റീരിയൽ മാറ്റുമ്പോൾ തന്നെ പ്രൈസിൽ ഒരുപാട് മാറ്റം വരുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ക്ലയൻറ്റ് നോക്കുമ്പോഴത്തേക്കും ഈ പ്ലൈവുഡ് തന്നെയാണ്, പക്ഷേ റേറ്റ് ഒരുപാട് ഡിഫറൻസ് വരാനുള്ള കാരണം ഈ ഒരു ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ടാണ് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ സാറിന് ഞാനൊരു സ്പെക്ടപ്സ് പറഞ്ഞുതരാം. ഇപ്പം നമ്മളൊരു മോശം മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ വർക്ക് ചെയ്തു, നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ എടുത്ത് വർക്ക് ചെയ്തു. ഇതിന് രണ്ടിനും വരുന്ന ലേബർ കോസ്റ്റ് സെയിം അല്ലേ? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് സെയിം അല്ലേ? അതുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന മറ്റു കോസ്റ്റുകൾ സെയിം ആണ്. നമുക്ക് എടുക്കേണ്ട ഒരു മിനിമം മാർജിൻ സെയിം ആണ്. സോ എവിടെയാണ് ഇപ്പോൾ ഈ വ്യത്യാസം വരുന്നത്? ആ ക്വാളിറ്റി, പ്ലൈവുഡിന്റെ ക്വാളിറ്റിയിൽ മാത്രം. സോ അവിടെ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇഷ്യൂസ് വരും എന്നുള്ളത് പകൽ പോലെ സത്യമാണ്. അപ്പോൾ എപ്പോഴും എൻ്റെ അഡ്വൈസ് എന്ന് പറയുന്നത് എക്സ്പേർട്സിനെ കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ല പറയുന്നത്. എപ്പോഴും നമ്മൾ എല്ലാ മേഖലയിലും സ്പെഷ്യലിസ്റ്റുകൾ അല്ലെങ്കിൽ കൺസൾട്ടൻസിനെ നമ്മൾ കൊണ്ടുവന്ന് എന്താണോ നമ്മുടെ റിക്വയർമെന്റ്, അതിന് കൃത്യമായിട്ടുള്ള മെറ്റീരിയൽ എന്താണോ അത് ചൂസ് ചെയ്യുക. എന്നതിന് ശേഷം നമ്മൾ പ്രോപ്പർ ഡിസൈൻ സെറ്റ് ചെയ്യുക, ലേഔട്ട്സ് കറക്റ്റ് ചെയ്യുക, ഡ്രോയിങ്സ് പ്രിപ്പയർ ചെയ്യാം. ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ ആരെ കൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഏറ്റവും വലിയൊരു പ്രൈമറി സ്റ്റേജിൽ നമ്മൾ എടുക്കുന്ന അതൊരു കമ്പനി മാത്രമല്ല, നമ്മളൊരു ആസ് എ കസ്റ്റമറും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ആരെ കൊണ്ട് അത് പ്രോപ്പറായി സെറ്റ് ചെയ്യാൻ പറ്റും, അവരെ കൊണ്ട് അത് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വൺസ് ഇപ്പോൾ ഒരു കൺസൾട്ടൻ്റ് അടുത്ത് പോയി കഴിഞ്ഞെങ്കിൽ നമ്മുടെ എന്താണോ റിക്വയർമെന്റ് വെച്ചാൽ അവരത് കറക്റ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ഡെവലപ്പ് ചെയ്ത് തരും, കറക്റ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ചൂസ് ചെയ്യും. ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കൊട്ടേഷൻസ് എടുക്കാം. അതിലേറ്റവും അപ്പോൾ സ്പെക്ക് അഗെയിൻസ്റ്റ് കൊട്ടേഷൻ ആയിരിക്കണം. സ്പെക്ക് അഗെയിൻസ്റ്റ് കൊട്ടേഷൻ ആയിരിക്കുമ്പോൾ അതൊരു ഹെൽത്തി കോമ്പിനേഷൻ ആയി മാറുകയും ഏറ്റവും നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള കൊട്ടേഷൻ നമുക്ക് ചൂസ് ചെയ്യാനും പറ്റും. നമ്മുടെ നാട്ടിലൊരു ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു കൊട്ടേഷൻ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അപ്പോൾ 1, 2, 3, 4 കമ്പനീസ് വരികയാണ്. ഓരോരുത്തരും അവരവരുടെ ഭാവനയിലും അവരവരുടെ കോൺസെപ്റ്റിലും അവരവരുടെ സ്പെക്കിലാണ് നമുക്ക് കൊട്ടേഷൻ തരുന്നത്. നമുക്ക് ഒരിക്കലും ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കസ്റ്റമേഴ്സിനെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ടാണ് ഈ വർക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ ബിലോ ആവറേജ് കൊട്ടേഷനിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഇഷ്യൂസ് വരും. അപ്പോൾ ഞാൻ ഇപ്പോൾ സാധാരണ ഒരു ക്ലയൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുകയാണ്, അതായത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഇതിൻ്റെ മെറ്റീരിയലും അതിൻ്റെ ക്വാളിറ്റിയും കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇപ്പം നമ്മളെപ്പോലെ ഇതിനെപ്പറ്റി അറിയാത്ത ഒരാൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ കൊട്ടേഷൻ കൊടുത്ത മെറ്റീരിയൽ നല്ലതാണ് അല്ലെങ്കിൽ മോശമാണെന്നുള്ളത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതല്ല ഇപ്പം നമ്മളിപ്പോൾ ഇവർക്ക് ഏറ്റവും കൂടിയ മെറ്റീരിയൽ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ഇവർക്ക് കൊടുക്കുകയാണ്, പക്ഷേ ഇവർ കൊണ്ടുവന്ന് ഇടുന്ന ഈ ഒരു പ്ലൈവുഡ് തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇവർ കൊണ്ടുവന്ന് വെക്കുന്ന ഈ ഒരു പ്ലൈവുഡ് നമ്മൾ പറഞ്ഞ ആ ഒരു ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? കാരണം എല്ലാവരും ഇതിൽ എക്സ്പേർട്ട് അല്ല ഒരിക്കലും. അപ്പോൾ നമുക്ക് പർച്ചേസിങ്ങിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ക്ലയൻറ്റിന് എന്തെങ്കിലും ഒരു കൂടെ പോകാനോ അതിനെപ്പറ്റി അറിയാനോ എന്തെങ്കിലും ഒരു സൗകര്യം ഉണ്ടോ? തീർച്ചയായിട്ടും. എപ്പോഴും നമ്മൾ ഏതൊരു കാര്യത്തിലും നമ്മൾ എടുക്കുന്ന അതേ കെയർ തന്നെ ഇതിൽ കൊടുത്താൽ മതി. അതായത് ബ്രാൻഡഡ് പ്രോഡക്ട്സ് യൂസ് ചെയ്യുക. ബ്രാൻഡ് ചോദിക്കാം. ബ്രാൻഡ് എപ്പോഴും നമ്മുടെ കൊട്ടേഷനകത്ത് നമ്മുടെ സ്പെസിഫിക്കേഷനിൽ ഇൻക്ലൂഡിംഗ് ബ്രാൻഡ് ആയിരിക്കണം നമ്മൾ മേടിക്കേണ്ടത്. കൃത്യം ബ്രാൻഡ്, നല്ലൊരു ബ്രാൻഡ് മേടിച്ചു കഴിഞ്ഞാൽ ആ ബ്രാൻഡിന് എന്താണോ റിലയബിലിറ്റി അത് ഫുള്ളായിട്ട് നമുക്കും കിട്ടും. അപ്പോൾ ഞാൻ ചോദിക്കണം, അപ്പോൾ നമുക്ക് വിജുബ്രേക്ക് ഒരു ക്ലയൻറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ആ ക്ലയൻറ്റിന് അതിൻ്റെ മെറ്റീരിയൽസ് നമുക്ക് ആളെ കണ്ട് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റുമായിരിക്കുമല്ലോ? തീർച്ചയായിട്ടും. എല്ലാ നല്ല ബ്രാൻഡ്സിനും നമുക്ക് ഫിസിക്കൽ സാമ്പിൾസ് അവൈലബിൾ ആണ്. അവർ നമുക്ക് സാമ്പിൾസ് തരും. ആ സാമ്പിൾസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അതിനെ
പ്രസന്റ് ചെയ്യാൻ പറ്റും. യെസ്. അപ്പൊ നല്ല ബ്രാൻഡിന്റെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് മേടിച്ചാൽ നമുക്ക് ടെൻഷൻ ഇല്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുതിയ ന്യൂജൻ കമ്പനികൾ വരും. ഓക്കെ, ഞാൻ അതിനൊരു ഒട്ടും ഡിഗ്രേഡ് ചെയ്യല്ല. നമ്മളെപ്പോഴും സേഫർ സൈഡ് നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലമായിട്ട് മാർക്കറ്റിലുള്ള പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ റിലയബിലിറ്റി നമുക്ക് അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. യെസ്. കാരണം ചില പുതിയ കമ്പനീസ്, ഇപ്പൊ ഞാൻ ഒരു മേഖലയിൽ നിന്നല്ല പറഞ്ഞത്, നമുക്കും പല അനുഭവങ്ങളുണ്ട്. പുതിയ കമ്പനീസ് വന്നിട്ട് നമുക്ക് ഒരുപാട് വാറണ്ടി ഗ്യാരണ്ടി ഓഫർ ചെയ്യും. പക്ഷേ ഈ പറഞ്ഞ ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞാൽ ഈ കമ്പനി എക്സിസ്റ്റ് ചെയ്യും നമുക്ക് അറിയാൻ പറ്റില്ല. നിർത്തി പോയപ്പോൾ നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളെപ്പോഴും ആ ഒരു ബ്രാൻഡ് എത്ര നാളായിട്ട് മാർക്കറ്റിലുണ്ട്, അവരുടെ ക്ലെയിം എത്രത്തോളം കിട്ടുന്നുണ്ട്, പിന്നെ ഈ സിമിലർ യൂസ് ചെയ്ത പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരുമായിട്ട് അവരുടെ ഫീഡ്ബാക്ക് എങ്ങനെയുണ്ട്, നമുക്ക് എത്രത്തോളം വേഗത്തിൽ ഇതിന്റെ കംപ്ലൈന്റ്സ് അവർ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കണം. വെറും പ്രൈസ് മാത്രമേ അല്ല, എപ്പോഴും നല്ല പ്രൊഡക്റ്റ് കിട്ടാൻ ഒരു 10 രൂപ ചിലപ്പോൾ മറ്റുള്ളതിനേക്കാളും കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും. പക്ഷേ ഇഷ്യൂസ് കുറവായിരിക്കും. നമുക്ക് ലോങ് ടേം നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കാം. നമ്മളിപ്പോൾ ഒരു നല്ലൊരു മെറ്റീരിയൽ എടുത്ത് ഒരു ഇന്റീരിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് എത്രയായിരിക്കും, എത്ര കാലം വരെയൊക്കെ അത് ഈട് നിൽക്കുന്നുണ്ടാവും? നമുക്കത് ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ ബ്രാൻഡിൽ തന്നെ നമുക്ക് പല 10 ഇയേഴ്സ് 15 ഇയേഴ്സ് 20 ഇയേഴ്സ് 30 ഇയേഴ്സിലൊക്കെ പല രീതിയിൽ നമുക്ക് വാറണ്ടി ഓഫർ ചെയ്യുന്ന പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ സാർ ചോദിച്ചു എത്ര നാൾ നിൽക്കും എന്നുള്ളത് ചോദിച്ചു. ഇപ്പോൾ എന്തൊക്കെ വാറണ്ടി ഗ്യാരണ്ടി നമ്മൾ ഓഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ എടുക്കേണ്ട കുറച്ച് പ്രിക്കോഷൻസ് ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കിച്ചൺ, ഞാൻ സാറിന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. നമ്മളൊരു മോഡുലാർ കിച്ചൺ ചെയ്യുന്ന സമയത്ത് കിച്ചണിൽ ഉണ്ടാവുന്ന പ്രധാന ഇഷ്യൂസ് എന്ന് പറയുന്നത്, ഒന്ന് വെള്ളത്തിന്റെ പ്രശ്നം, സെക്കൻഡ് തിങ് ടെർമൈറ്റ്. ഈ രണ്ടുമാണ് ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് നമുക്ക് കിച്ചന്റെ ഭാഗത്ത് നിന്ന് വരാറ്. സോ ഈ രണ്ടിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് 710 ഗ്രേഡ് PWP ഗ്രേഡ് പ്ലൈവുഡ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനീസ് പറയുന്നുണ്ട് അത് ഓക്കെയാണ്. ഈവൻ ദോ അത് ഓക്കെ ആണെങ്കിലും നമ്മൾ എപ്പോഴും ഒരു അഡീഷണൽ സേഫ്റ്റി നമ്മൾ പർച്ചേസ് ചെയ്യണം. ഇപ്പൊ നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഒരു എക്സ്റ്റൻഡഡ് വാറണ്ടി എടുക്കുന്നില്ലേ, നമ്മളെ ടെൻഷൻ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട്. സിമിലർലി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൊഡ്യൂലർ കിച്ചൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അതിന്റെ ബേസ് യൂണിറ്റ് നമ്മൾ ഔട്ടർ ബോക്സ് എപ്പോഴും നമ്മളൊരു PVC WPC പോലുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യാം, ബാക്ക് പാനൽ യൂസ് ചെയ്യാം. സോ എപ്പോഴും ഈ അറ്റാക്സ് വരുന്നത് എപ്പോഴും പുറത്തുനിന്ന് അകത്തേക്കാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സേഫ്റ്റി കൊടുത്തു. ഇൻസൈഡ് നമ്മൾ ഈ പറഞ്ഞ വാറണ്ടി ഗ്യാരണ്ടി ഒക്കെ ഉള്ള പ്ലൈവുഡ്സ് യൂസ് ചെയ്ത് നമ്മൾ സ്ട്രക്ചർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനോട് പ്ലൈവുഡിന്റെ സ്ട്രെങ്ത്, ഹോൾഡിംഗ് കപ്പാസിറ്റി വളരെ കൂടുതലാണ്. സോ ആ ബെനിഫിറ്റ് കിട്ടും. അപ്പൊ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോമ്പിനേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് ഒരു പ്രൊഡക്റ്റ് മാത്രം എല്ലാത്തിനും ബെസ്റ്റ് എന്ന് പറയുന്നില്ല. ഇതാണ് ഞാൻ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ഓരോ പ്രൊഡക്റ്റിനും അതിൻ്റെതായ പർപ്പസ് ഉണ്ട്. സോ നമ്മൾ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ചിലപ്പോൾ ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ആയിരിക്കാം എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഒന്നിലധികം മെറ്റീരിയൽ നമ്മൾ കോമ്പിനേഷൻ കൊണ്ടുവന്നിട്ട് എന്താണോ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് അതൊരു കൺസൾട്ടന്റിനോ ഒരു എക്സ്പെർട്ടിനോ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ലിവിംഗ് റൂമിൽ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആയിരിക്കത്തില്ല കിച്ചണിൽ യൂസ് ചെയ്യേണ്ടത്, കിച്ചണിലുള്ളായിരിക്കും ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അത് ഓരോ സന്ദർഭ സാഹചര്യം മാറുന്നതനുസരിച്ച് മാറും. അതുപോലെ തന്നെ ബിജു ബ്രോ പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പോൾ ഒരു എക്സ്ട്രാ കെയർ ആ ഒരു പ്ലൈവുഡിന് കൊടുത്ത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിന് അവർ കമ്പനി പറഞ്ഞതിനേക്കാളും ബെറ്റർ ലൈഫ് കിട്ടുകയും ചെയ്യും, സേഫും ആണെന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ യൂസേജ് നമ്മളിപ്പോൾ ഒരു റോ പ്ലൈവുഡ് ആയിട്ട് തന്നെ എവിടെയും വിടാൻ പാടില്ല. ഇപ്പോൾ ഒരു പ്ലൈവുഡ് എടുത്തു കഴിഞ്ഞെങ്കിൽ അതിന് ബോത്ത് സൈഡ് ലാമിനേഷൻ ചെയ്തിരിക്കണം. അതിന്റെ എല്ലാ എഡ്ജും നമ്മൾ എഡ്ജ് ബാൻഡിങ് ചെയ്തിരിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ആ പ്ലൈവുഡിനെ നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുത്തു. ഓക്കെ, അപ്പോഴാണ് അതിന്റെ നമ്മൾ വിചാരിച്ച ആ ഒരു ക്വാളിറ്റി നമുക്ക് ഈ ഓഫർ ചെയ്ത അത്രയും പീരീഡിൽ നമുക്ക് കിട്ടുള്ളൂ. ഇല്ലാത്ത പക്ഷം അതിന് മേ ബി ഇഷ്യൂസ് വരാം. അപ്പൊ എപ്പോഴും നമ്മൾ പറയണത് ഒരു പ്രൊഡക്റ്റ് മേടിച്ചു എന്ന് കരുതിയിട്ട് നമ്മൾ അതിലൊന്നും ചെയ്യാതിരിക്കരുത്. നമ്മൾ അതിൽ എന്തൊക്കെ സേഫ്റ്റി കൊണ്ടുവരാൻ പറ്റും അതൊക്കെ. സോ ഇതാണ് സാർ ഒരു ഡൗട്ട് ഇടയിൽ ചോദിച്ചിരുന്നു, പ്രൈസിന്റെ കേസ്. ഇപ്പോൾ ഒരു പ്ലൈവുഡ് ആയിട്ട് ഇടുന്ന ഒരു കൊട്ടേഷനും ഒരു പ്ലൈവുഡ് നമ്മൾ ബോച്ചർ ലാമിനേഷൻ ചെയ്തു, ഫോർസഡ് എഡ്ജ് ബാൻഡ് ചെയ്തു, നമ്മൾ അത്രയും സേഫ്റ്റി കൊണ്ടുവന്നു. യൂസ് ഒന്ന് തന്നെയാണ്, പക്ഷേ ഇതുകൊണ്ട് കാണുന്ന പ്രൈസ് വേരിയേഷൻ എന്താ ഡിഫറൻസ്? ഒന്ന് കൂടുതൽ ലാസ്റ്റ് ചെയ്യും, ഒന്ന് അതിനേക്കാളും കുറവേ ലാസ്റ്റ് ചെയ്യും. സോ പ്രൈസ് നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുമ്പോൾ ഇതെല്ലാം ഒരു ഘടകമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലാമിനേഷൻ ചെയ്യുന്ന സമയത്ത് എത്ര mm തിക്നെസ് ഉള്ള ലാമിനേഷൻ ആണ് ചെയ്യുന്നത്, എഡ്ജ് ബാൻഡിങ് ചെയ്യുമ്പോൾ തന്നെ അത് മാനുവൽ ആണോ, അത് എഡ്ജ് ബാൻഡിങ് മെഷീനിൽ ചെയ്ത് തന്നെയാണോ, അതിന് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഡോറ് ഷട്ടേഴ്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ബോത്ത് സൈഡ് ലാമിനേഷൻ ചെയ്യുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ലാമിനേഷൻ ചെയ്യുമ്പോൾ ഔട്ട്സൈഡ് ഫിനിഷിന് ഇടുന്ന സെയിം തിക്നെസ് ഓഫ് ലാമിനേഷൻ തന്നെയായിരിക്കും നമ്മൾ ഇൻസൈഡ് ചെയ്യേണ്ടത്. ഇല്ല, 2 തിക്നെസ് ആയി കൊടുന്നു കഴിഞ്ഞെങ്കിൽ ഏതാണോ കൂടിയ തിക്നെസ് അത് ബെൻഡ് വരും. അപ്പോൾ ഈക്വൽ തിക്നെസ് തന്നെ ഇടണം. അപ്പോൾ ഈക്വൽ തിക്നെസ് ഇടുമ്പോൾ ഈ ഔട്ടർ ഫിനിഷിന് എപ്പോഴും കോസ്റ്റ് കൂടുതലായിരിക്കും. ആ സെയിം തിക്നെസ് ഇൻസൈഡ് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രൊഡക്റ്റിന് കോസ്റ്റ് കൂടി. അപ്പോൾ ചില ഒരു കൊട്ടേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യും.
പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ചെയ്യില്ല, അത് ബെൻഡ് വരും. അപ്പൊ ഇത്തരം ഇഷ്യൂസ് ഒക്കെ നമുക്ക് അതിനകത്ത് യെസ്. അപ്പോൾ ഒരിക്കലും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസിങ്ങിലല്ല കാര്യം, അതായത് പ്രൈസ് നമുക്ക് ചെറിയ 1-2 അഡ്ജസ്റ്റ്മെന്റ് വരുത്തിയാൽ തന്നെ പ്രൈസിൽ ഒരുപാട് മാറ്റം വരും. പക്ഷേ ക്വാളിറ്റിയാണ് എപ്പോഴും നമ്മൾ നോക്കേണ്ടത്. എല്ലാ സ്പെക്കും നിങ്ങൾ ഉൾക്കൊണ്ട് അതിന്ന് എഗെയിൻസ്റ്റ് കൊട്ടേഷൻ എടുത്ത് അതിൽ ബെസ്റ്റ് കൊട്ടേഷൻ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എപ്പോഴും ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക, എപ്പോഴും മെഷീൻ യൂസ് ചെയ്തിട്ടുള്ള വർക്കുകൾ മാക്സിമം കൊണ്ടുവരിക. ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ പിന്നെ നമ്മൾ അതിനകത്ത് പ്രൊട്ടക്ഷൻ മാക്സിമം കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ എനിക്ക് കസ്റ്റമേഴ്സ് എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ആദ്യം അഡ്വൈസ് ചെയ്യുന്നത് അവർക്കൊരു ബഡ്ജറ്റ് ഉണ്ടായിരിക്കും. സോ ആ ബഡ്ജറ്റിനകത്ത് നമ്മുടെ എല്ലാ റിക്വയർമെന്റ്സും കൂടി ഫുൾഫിൽ ചെയ്യാനുള്ള ആ ഒരു യെസ്, അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുന്നത്. സോ നമ്മൾ എപ്പോഴും സജസ്റ്റ് ചെയ്യാറ് ആ ഒരു ബഡ്ജറ്റിനകത്ത് നമുക്ക് നല്ല പ്രൊഡക്ട്സ് വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഫസ്റ്റ് സ്റ്റേജിൽ, അത് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ നെക്സ്റ്റ് ബഡ്ജറ്റിലേക്ക് മാറ്റി വെച്ചാലും ആ ഫസ്റ്റ് ചെയ്ത പ്രൊഡക്റ്റ് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. സോ ഇത്രയും പ്രൊഡക്ട്സ് നമ്മുടെ ലിമിറ്റഡ് ബഡ്ജറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ കോസ്റ്റും ഓവർ ഹെഡ്സും സെയിം ആണ്. അതിൽ ആകെ വ്യത്യാസം വരുന്നത് ക്വാളിറ്റിയിൽ മാത്രമാണ്. സോ ക്വാളിറ്റി കുറയ്ക്കാതെ നമുക്ക് ഓപ്ഷൻ ഇല്ല. അപ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പൊ എപ്പോഴും നമ്മുടെ പ്രൈസ്, നമ്മുടെ ബഡ്ജറ്റ്, അതിൽ എന്തൊക്കെ ക്വാളിറ്റീസ്, ഇതൊക്കെ നമ്മൾ അതിനകത്ത് കൺസിഡർ ചെയ്തിട്ടായിരിക്കണം നമ്മൾ എപ്പോഴും ഒരു വർക്കിലേക്ക് പോകുന്നത്. ഒരു വർക്ക് പോകുന്നതിനേക്കാളും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് ഒത്തിരി അധികം കാര്യങ്ങൾ. ആ പ്രിപ്പറേഷൻസ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ യാതൊരുവിധ ടെൻഷനും ഇല്ല. അപ്പോൾ ഇത് എനിക്ക് മനസ്സിലായ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഒരു വീട് പണിയാൻ പോകുന്നതിന് മുന്നേ തന്നെ അല്ലെങ്കിൽ പ്ലാൻ വരയ്ക്കുന്ന കൂടെ തന്നെ ഇന്റീരിയറിന്റെ കാര്യം പ്ലാൻ ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളിതിന്റെ കൊട്ടേഷൻ എടുക്കുമ്പോഴത്തേക്കും സ്പെസിഫിക്കേഷൻ വൈസ് മെറ്റീരിയൽ എന്താണ്, ബ്രാൻഡ് എന്താണ്, അതിന്റെ സ്പെക്ക് എന്താണെന്നുള്ള കൊട്ടേഷൻ വെച്ചിട്ട് മസ്റ്റ് ആയിട്ടും കമ്പയർ ചെയ്യണം. അല്ലെ, ഇതായിരിക്കും എനിക്ക് തോന്നുന്നു ഒരു നോർമൽ ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം ഇതിനകത്തുള്ളത്. അതെ അതെ. ഇപ്പൊ ഈ അടുത്തായിട്ട് ട്രെൻഡ് വന്നാണ് പല ഇന്റീരിയർ ഡിസൈനേഴ്സും 3D ഡിസൈൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെനിഫിറ്റ് ഉണ്ടോ, എന്താണ് അതിന്റെ ഒരു അഭിപ്രായം? തീർച്ചയായിട്ടും ഞാൻ ബെനിഫിറ്റ് ഉണ്ട് എന്ന് തന്നെ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഒരു ഷർട്ട് കണ്ടു, ആ ഷർട്ട് നമ്മൾ മേടിച്ചു, അത് നമുക്ക് ഫിറ്റ് ആണോ എന്ന് നമ്മൾ അറിയുന്നില്ല. ഓക്കെ, അതേപോലെ തന്നെയാണ് നമ്മൾ ഇന്റീരിയറിന്റെ കേസിൽ. നമ്മളിപ്പോ ഓൺലൈനിൽ ഒരുപാട് ഇമേജസ് അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ ഇമേജ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ അത് നമ്മുടെ റൂമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഇമേജ് നമ്മുടെ റൂമിലേക്ക് സ്യൂട്ട് ആയിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ലാർജ് സ്പേസിൽ കൊടുക്കേണ്ട ഒരു ഫർണിച്ചർ ആയിരിക്കാം, അത് നമ്മളുടെ സ്മോൾ സ്പേസിൽ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ അത് വർക്ക്ഔട്ട് ആയിക്കൊള്ളില്ല. ചിലപ്പോൾ ആ കളറ്, സൈസ്, ഇതൊക്കെ മാറ്റർ ആണ്. ഇപ്പൊ നമ്മൾ ഓൺലൈനിൽ കാണുന്ന ഒരു ഇമേജ്, ഓക്കെ, അതിന്റെ സൈസ് ചിലപ്പോൾ ആ ഒരു പ്രൊപ്പോർഷനിൽ കണ്ടാലായിരിക്കും അതിന്റെ ഏറ്റവും ഭംഗി. അത് നമ്മളുടെ റൂമിലേക്ക് നമ്മളുടെ മെഷർമെന്റ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ പ്രൊപ്പോർഷൻ പോയാൽ തന്നെ അതിന്റെ ഭംഗി പോയി. സോ എപ്പോഴും നമ്മൾ കസ്റ്റം ഡിസൈൻസ് ഡെവലപ്പ് ചെയ്യാൻ പറയുള്ളൂ, ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, നമ്മുടെ സ്പേസിനനുസരിച്ചിട്ടുള്ള ഫർണിച്ചേഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ റൂമിനകത്ത് എത്രത്തോളം സ്പേസ് കിട്ടും, ഇതെല്ലാം നമുക്ക് ആദ്യമേ ഒരു ധാരണ കിട്ടും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ സ്വപ്ന ഭവനാണ്. സോ നമ്മുടെ ആ സ്വപ്നത്തിനനുസരിച്ചിട്ടുള്ള ഡിസൈൻസ് തന്നെയാണോ വരുന്നത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് കൊണ്ടുവരാൻ പറ്റും. ചില കേസിൽ നമ്മൾ പറയും, ഇപ്പോൾ കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബ്ലൂ ആണ് ഇരിക്കട്ടെ, കസ്റ്റമർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് കളർ ബ്ലൂ ആണ് എന്ന് കരുതി ആ ബ്ലൂ നമ്മൾ ആ റൂമിൽ യൂസ് ചെയ്താൽ നമുക്ക് ചിലപ്പോൾ അത് ഭംഗിയായിക്കൊള്ളുന്നില്ല. അപ്പൊ എപ്പോഴും ചിലപ്പോൾ അതിന് പകരം വേറെ ഏതെങ്കിലും കളർ ആയിരിക്കും അവിടെ മാച്ച് ആവാം. ഇതെല്ലാം നമ്മൾ മാറ്റി മാറ്റി പരീക്ഷിക്കാൻ എപ്പോഴും 3D ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. അപ്പൊ സ്പേസ്, കളറ്, ഡിസൈൻസ്. അപ്പോൾ ഒരു 3D ഡിസൈൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ കസ്റ്റമേഴ്സിന് അത് ചേഞ്ച് ചെയ്ത് എന്താണോ അവർ എല്ലാ തരത്തിലും അവരെ സാറ്റിസ്ഫൈ ആവുന്ന വെച്ചാൽ അതിലേക്ക് എത്തിക്കാൻ പറ്റും. പിന്നീട് നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് റീവർക്ക് വരില്ല. അല്ലാത്ത പക്ഷം നമ്മൾ പലപ്പോഴും തീർച്ചയായിട്ടും അത് റീവർക്ക് വരാം. പിന്നെ ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ ചെയ്ത് കഴിയുമ്പോൾ അയ്യോ ഇത് ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ ആയില്ലല്ലോ, പിന്നെ ഫുൾ കോംപ്രമൈസസ് ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇഷ്ടമില്ലാണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോലെ ആയിരിക്കും. അപ്പൊ എപ്പോഴും ഒരു, പിന്നെ അതുമല്ല ഒരു പ്രോപ്പർ 3D ഉണ്ടെങ്കിൽ അത് ബെനിഫിറ്റ് പറയാം. ഇപ്പൊ നമ്മളെ കസ്റ്റമർ NRI ആയിരിക്കട്ടെ, NRIസും നമ്മളും ഒരു ഫോൺ ത്രൂ കണക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പൊ നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് കസ്റ്റമർ ലൈവ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോന്ന് ചോദിച്ച് ചെയ്യാൻ പറ്റുമായിരിക്കും. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം ഫാക്ടറി മെയ്ഡ് ആണ്. സോ നമ്മളെല്ലാ ഡ്രോയിങ്സ് പ്രിപ്പയർ ചെയ്തതിനു ശേഷം അതിന് എഗെയിൻസ്റ്റ് ആണ് വർക്ക് ചെയ്ത് സൈറ്റിൽ ഇൻസ്റ്റലേഷനെ കൊണ്ടുവരാം. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് എല്ലാ ഡ്രോയിങ്ങും കയ്യിൽ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് 3D വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന്. സെക്കൻഡ് തിങ്, ഒരു 3D ഡ്രോയിങ് അതിന്റെ ലേഔട്ട് 2D എല്ലാം കറക്റ്റ് ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റമർക്കും ചെയ്യുന്ന കമ്പനിക്കും പക്ക ക്ലിയർ ആയിരിക്കും. ഇല്ലാത്ത പക്ഷം ഈ കൺഫ്യൂഷൻസ് ഈ ഡിസൈനിൽ തന്നെ നടക്കുന്നുണ്ടെങ്കിൽ സൈറ്റിൽ സ്വാഭാവികമായിട്ടും ടൈം ഡിലേസ് ഉണ്ടായിരിക്കും, റീവർക്ക് വരും. പിന്നെ ക്ലയന്റ് ഉദ്ദേശിച്ചതായിരിക്കില്ല കമ്പനി ഡെലിവറി ചെയ്യണത്.
അപ്പൊ ഇങ്ങനത്തെ കുറെ എന്താ പറയാ ഡിസ്പ്യൂട്ട്സ് ഒക്കെ ഉണ്ടാവാൻ ഇത് ചാൻസ്. ക്ലയന്റിന്റെ ഒരു പ്രൂഫ് ആണല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. 3D ചെയ്ത് കൊടുക്കുമ്പോൾ അത് ക്ലയന്റിന്റെ ഒരു നല്ലൊരു പ്രൂഫാണ്. തീർച്ചയായും. കാരണം 3D ഡെവലപ്പ് ചെയ്ത് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ക്ലയന്റിന് അറിയാം എന്റെ വീട് വർക്ക് കഴിഞ്ഞ് ഇതുപോലെ ആയിരിക്കും. അതെ 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 ചെയ്ത കമ്പനിക്കും അറിയാം എനിക്ക് ആ വീട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ചെയ്യുന്നത്. രണ്ട് കൂട്ടർക്ക് സേഫ് ആണ്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്താ വെച്ചാൽ ചെറിയൊരു എമൗണ്ട് 3Dക്ക് സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് കരുതി പലരും അതെങ്ങനെയാണ് ശരിക്കും ഒരു ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് വരുമോ 3D ഇല്ല. ചെയ്യാനായിട്ട്? അത് പെർ വ്യൂവിന്റെ അടിസ്ഥാനത്തിൽ അതിലെന്തൊക്കെ നമ്മൾ എത്രത്തോളം ചേഞ്ചസ് കൊണ്ടുവന്നു അങ്ങനെ ഒരുപാട് ഘടകങ്ങളാണ്. വലിയൊരു എമൗണ്ട് ഒന്നുമില്ല. ഫോർ എക്സാമ്പിൾ പിന്നെ പറയാം, ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മൾ 3D ഇല്ലാതെ നമ്മൾ വർക്ക് ചെയ്തു, അതിലെന്തെങ്കിലും തരത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, നമ്മളത് റീവർക്ക് ചെയ്യുമ്പോൾ ആ ഹോൾ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് തന്നെ അവിടെ നഷ്ടപ്പെട്ടില്ലേ. സോ നമ്മൾ ആദ്യമേ ഇങ്ങനെ ഒരു പ്ലാൻ റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ വീടിന്റെ കാര്യങ്ങൾ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ട് ഒരുപാട് കോസ്റ്റുകൾ, ഒരുപാട് ടൈം ഇതൊക്കെ സേവ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ക്ലയന്റ് ബിസി ആയിരിക്കും, കമ്പനി ബിസി ആയിരിക്കും, അൺവാണ്ടഡ് കോൾസ് ഇതൊന്നും ഉണ്ടാവില്ല, കൺഫ്യൂഷൻസ് ഇല്ലാണ്ട് പണിയാൻ പറ്റും. എപ്പോഴും നമ്മൾ സജസ്റ്റ് ചെയ്യുക ഒരു 3D നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു 3D ഡെവലപ്പ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ ചോദിച്ചു നമ്മൾ സ്വന്തമായിട്ട് ഒരു വീട് പണിത് അല്ലെങ്കിൽ ഒരു വീടുള്ള ആൾക്ക് ചെയ്യാനുള്ള ഇൻറ്റീരിയേഴ്സിൻ്റെ കാര്യമാണ് നമ്മൾ സംസാരിച്ചത്. പിന്നെ നമുക്ക് അറിയേണ്ടത് ഒരു അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു വില്ലയിലൊക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു ബിൽഡർക്കായിരിക്കും അതിൻ്റെ അകത്തുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവുക. കസ്റ്റമൈസേഷനൊക്കെ ചിലയിടത്തുണ്ട്, ചിലയിടത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കാം ഒരു വില്ലയിൽ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമുക്ക് കസ്റ്റമൈസേഷൻ അലോ ചെയ്യുന്ന ഒരുപാട് ബിൽഡേഴ്സ് ഉണ്ട്. അത്തരം കണ്ടീഷനിൽ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നിങ്ങൾ ആ പ്ലാന് ഒരു ഇന്റീരിയർ കൺസൾട്ടന്റുമായിട്ട് കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് ആ പ്ലാനിങ് സ്റ്റേജിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള ഡിസൈൻസ് ഡെവലപ്പ് ചെയ്ത് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ആ പർട്ടിക്കുലർ ബിൽഡറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ തന്നെ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളെല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് ഒരു നോർമൽ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ വെച്ചാൽ അതുപോലെ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. പറഞ്ഞ വില്ലയുടെ കാര്യമാണ്. നമുക്ക് അപ്പാർട്ട്മെന്റിനെ പറ്റി പറയാം. അപ്പാർട്ട്മെന്റ് ആകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? അപ്പാർട്ട്മെന്റിൽ തികച്ചും വേറൊരു സിനാരിയോ ആണ്. കാരണം ഇത്രയധികം കസ്റ്റമൈസേഷൻ ചിലപ്പോൾ നമുക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ല. അപ്പൊ എപ്പോഴും നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ പ്രോപ്പർ ഇലക്ട്രിക്കൽ ഡ്രോയിങ് നമ്മൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഡ്രോയിങ്. കാരണം നമുക്ക് പല അനുഭവങ്ങളും നമ്മുടെ കസ്റ്റമറുടെ ഭാഗത്തുള്ള ഫീഡ്ബാക്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഈവൻ ടോയ്ലറ്റിനകത്ത് നമ്മൾ ഡ്രൈവർ പാർട്ടീഷൻ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ പോലും പ്ലംബിംഗ് ലൈനിൽ നമ്മൾ സ്ക്രൂയിങ് വന്നതിന് ശേഷം പിന്നെ അത് ഫിക്സ് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസ് ആയി മാറുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കിച്ചണിൽ അങ്ങനെ എപ്പോഴും ഇത്രയും അധികം കസ്റ്റമൈസേഷൻ നമുക്ക് അപ്പാർട്ട്മെന്റിൽ പോസിബിൾ അല്ലെങ്കിലും അപ്പോഴും നമ്മൾ ഒരു എക്സ്പേർട്ടിന്റെ അഡ്വൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ലിമിറ്റേഷൻ ഉണ്ടെങ്കിലും അതിനെ കവർ ചെയ്തിട്ടുള്ള നല്ല ഡിസൈൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് നേരത്തെ പറഞ്ഞത്, നല്ലൊരു 3D ഡെവലപ്പ് ചെയ്യുക, നല്ലൊരു അഡ്വൈസ് എടുക്കുക എന്നുള്ള കാര്യങ്ങൾ. ഇപ്പൊ കുറെ നല്ല പ്രൊഡക്ട്സ് ചൂസ് ചെയ്തിട്ടും കാര്യമില്ല. നമ്മുടെ എന്താണോ നമ്മുടെ ആ ഒരു പരിമിതികളിൽ അതിൽ നിന്ന് മികച്ച ഡിസൈൻസ് ഡെവലപ്പ് ചെയ്യാനും കൂടി പറ്റണം. അതെ. ഇപ്പോൾ അപ്പാർട്ട്മെന്റ് ഞാനിപ്പോൾ ഈ അടുത്തായിട്ട് കോമ്പാക്ട് അപ്പാർട്ട്മെന്റ്സ് 1 BHK സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്സ്, 2 BHK അപ്പാർട്ട്മെന്റ്സ് എല്ലാം ചെറിയ സ്പേസ് ആണ്. പക്ഷേ അതിനകത്ത് ഒരുപാട് കുഞ്ഞു കുഞ്ഞു ആശയങ്ങൾ, ഇങ്ങനെ ഫോൾഡിംഗ് ആയിട്ടുള്ള ബെഡുകൾ, അങ്ങനെയൊക്കെ അങ്ങനെ ഒരുപാട്, അതായത് കുറച്ചുകൂടെ എന്താ പറയുക ആശയം ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു ഫീൽ തോന്നുന്നില്ല അപ്പാർട്ട്മെന്റ്. തീർച്ചയായിട്ടും. നമുക്ക് സ്പേസ് ലിമിറ്റഡ് ആവും. ഇപ്പൊ പഴയ പോലെ ഇല്ല, നമുക്ക് ഒട്ടനവധി ഓപ്ഷൻസ് ഉണ്ട്. ഫിറ്റിംഗ്സിൽ, ഹാർഡ്വെയർസിൽ, ഫിറ്റിംഗ്സിലൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ നമുക്ക് ചെറിയ സ്പേസ് ആണെന്നുള്ളത് ഒരു മാറ്ററേ അല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ സാർ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ഏരിയയിൽ നമുക്ക് ഫോൾഡബിൾ ആയിട്ടുള്ള സ്റ്റഡി ടേബിൾസ്, പിന്നെ അതുപോലെ തന്നെ ബെഡ് കോട്ട്സ്, പിന്നെ സോഫ കം ബെഡിന്റെ തന്നെ പുതിയ പ്രൊഡക്ട്സുകൾ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ നമ്മൾ ആ ഒരു സ്പേസിനെ എങ്ങനെ മാറ്റിയെടുക്കുന്നു എന്നുള്ളതിലാണ് കാര്യമുള്ളത്. ഇപ്പോൾ ഞാൻ ബിജു ബ്രോയുടെ ഒരു കമ്പനിയെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. നമ്മളിപ്പോൾ എന്തൊക്കെ സേവനങ്ങളാണ് ക്ലയൻസിന് കൊടുക്കുന്നത്? ഇന്റീരിയർ കൺസൾട്ടിംഗ് ആണോ, അതോ നമ്മൾ ഫർണിച്ചർ, ബാക്കി ഡെക്കറേഷൻസ് എല്ലാം നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നുണ്ടോ? നമ്മളൊരു കംപ്ലീറ്റ് ഫിറ്റ് ഔട്ട് എന്നുള്ള രീതിയിലാണ് പ്രോജക്റ്റ് എടുക്കുന്നത്. നമ്മൾ ഏറ്റവും ആദ്യം എക്സിക്യൂഷനേക്കാളും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും ഒരു കസ്റ്റമർക്ക് പ്രോപ്പറായി എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളെടുത്തൊരു കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് നമ്മളെപ്പോഴും ആ വർക്ക് തന്നെ ഫോക്കസ് ചെയ്തിട്ടല്ല നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കാറ്. നമ്മൾ അവരോട് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യും, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യും. എന്നതിന് ശേഷം അവർക്ക് പ്രൈസ് മാത്രമല്ല എന്നുള്ളൊരു ബോധ്യം വന്നതിന് ശേഷം മാത്രമേ നമ്മൾ പ്രോജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുള്ളൂ. സോ നമ്മുടെ കമ്പനിയുടെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രം ഡിസൈനിങ്, കൺസൾട്ടേഷൻ ഡിസൈനിങ് മുതൽ നമ്മൾ എക്സിക്യൂഷൻ വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യണത്. സോ ഒരു A to Z സൊല്യൂഷൻ നമുക്ക് ഇന്റീരിയറിന്റെ എല്ലാ റിക്വയർമെന്റ്സും നമ്മുടെ കമ്പനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനി എലിറ്റേജ് പ്രോപ്പർട്ടീസ് കുറേ കൊല്ലമായിട്ട് ബ്രോയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറേ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട് മുന്നേ തന്നെ. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഒരു ഒഫീഷ്യൽ ഇന്റീരിയർ ചാനൽ പാർട്ണറാണ് ഇപ്പോൾ ബിജു ബ്രോയുടെ കമ്പനി വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പല ക്ലയൻസ് സജസ്റ്റ് ചെയ്യാറുണ്ട്, എല്ലാവരും നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നത്. നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റിയാണ് ഞങ്ങൾ ആ ഒരു പ്രൈമറി ഫോക്കസ് ചെയ്യുന്നത്, അല്ലേ? അല്ല നമ്മളിപ്പോൾ കുറേ വർക്കുകൾ കുറേ എണ്ണം ചെയ്യുക അല്ലെങ്കിൽ കുറേ വർക്ക് ചെയ്ത് ആ ഒരു ഇതാക്കുന്നല്ല. ഉള്ള വർക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ആ ക്ലയൻസിന് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളൊരു മോട്ടോ.
അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ കൂടുതൽ കാര്യം നമുക്കിപ്പോൾ എല്ലാ കാര്യങ്ങളൊന്നും എപ്പോഴും എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിക്കണമെന്നില്ല, എല്ലാ ക്ലയൻസിനും അറിഞ്ഞോണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും പല ക്ലയൻസിനും അറിയാത്ത കാര്യങ്ങൾ ഇതിൻ്റെ മെറ്റീരിയൽ വൈസ് ആയിക്കോട്ടെ, എങ്ങനെ സെലക്ട് ചെയ്യാനായിക്കോട്ടെ, ആ പ്രൈസിങ്ങിനെ പറ്റിയ കൂടുതൽ ഒരു എഡ്യൂക്കേറ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ നിങ്ങളിപ്പോൾ നാളെ ഒരു ഇന്ത്യയിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹാർഡ് ഏൺ ആയിട്ടുള്ള ഒരു മണി കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് ലോങ് ടൈമിലേക്ക് നിങ്ങൾക്ക് അതിൽ നിന്നൊരു ബെനിഫിറ്റ് കിട്ടണം അല്ലേ? അതാണ് ശരിക്കും നമുക്ക് വേണ്ടത്. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ കോസ്റ്റ് വൈസ് ഒരു ചീപ്പ് എല്ലാ ഇപ്പോൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് എടുത്ത് നോക്കി എല്ലാവരും പറയും കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് ഇത് കിട്ടും, അല്ലെങ്കിൽ ഈ വിലയ്ക്ക് അത് കിട്ടും അല്ലേ? അങ്ങനെയുള്ള പരസ്യങ്ങൾ നമ്മൾ കൂടുതലും കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഹൈ അല്ല, നമ്മളൊരു നല്ലൊരു കോമ്പറ്റേറ്റീവ് പ്രൈസിലാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റ് പലരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ബെസ്റ്റ് കോമ്പറ്റേറ്റീവ് പ്രൈസിലാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ നല്ല പ്രൊഡക്റ്റ് ചെയ്യത്തുള്ളൂ, നല്ല ക്വാളിറ്റി ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത്. നല്ല പ്രൊഡക്ട്സുമായി അസോസിയേറ്റ് ചെയ്യുക, ബിൽഡർ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് വിശ്വാസമുള്ള നമ്മളുടെ റിലയബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഞങ്ങൾ യൂസ് ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ ഗ്യാരണ്ടി കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഫ്യൂച്ചറിൽ ഇപ്പോൾ ഒരു കമ്പനി, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ കമ്പനി ഫ്യൂച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടേണ്ട ബെനിഫിറ്റ്സ്, ഗ്യാരണ്ടി, വാറണ്ടീസ് എല്ലാം ക്ലെയിം ചെയ്യാൻ പറ്റണം. സത്യം. അതിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ബ്രാൻഡഡ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത് തന്നെയാണ് ചെയ്യാനുള്ളത്. അതെ, ഇപ്പം ഞാനായിക്കോട്ടെ അല്ലെങ്കിൽ ബിജു ബ്രോ, ഞങ്ങൾക്ക് ചെറിയൊരു ആശയത്തിൽ നിന്ന് വന്ന ആൾക്കാർ, ഒരു സ്റ്റാർട്ടപ്പ് പോലെ ഒരു ആശയത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു മാർക്കറ്റിൽ ഞങ്ങൾക്ക് എന്താ പറയുക, ഫ്യൂച്ചറാണ് ഞങ്ങൾ കാണുന്നത്. അല്ല നമ്മളിപ്പോൾ കുറച്ച് വർക്ക് ചെയ്യാന്നുള്ളതല്ല. ഇപ്പം എൻ്റെ കമ്പനി എലൈറ്റ് എഡ്ജ് പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ നമ്മളിപ്പോൾ പ്രോപ്പർട്ടി ഡീലിംഗ് ആണ് ചെയ്യണത്. തൃശ്ശൂർ അല്ലെങ്കിൽ പാലക്കാട്, കൊച്ചി, ദുബായിലൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ ക്ലയൻറ്റുമായിട്ട് ഒരു ലൈഫ് ലോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യണത്. അല്ല ഇപ്പോൾ കുറച്ച് വർക്ക് ചെയ്യുന്നു, കുറച്ച് സെല്ല് ചെയ്യുന്നു പോകാന്നുള്ളതല്ല. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ ആ ഒരു ഫ്യൂച്ചർ കണ്ട് ഫോക്കസ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യണത്. ഇപ്പോൾ ബിജു ബ്രോ ഇൻറ്റീരിയർ ചെയ്യുന്നത്, ഇപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ വില്ലാസും അപ്പാർട്ട്മെൻറ്റ്സും ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളോ നിങ്ങളുടെ ഫാമിലിയോ ഫ്രണ്ട്സോ ആർക്കെങ്കിലും ഈ പറഞ്ഞ കേരളത്തിൽ തൃശ്ശൂർ, പാലക്കാട്, കൊച്ചിൻ ഒക്കെ അപ്പാർട്ട്മെൻറ്റോ ഫ്ലാറ്റോ വീടുകളോ ലാൻഡോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാം. ഞാൻ താഴെ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, ബിജു ബ്രോയുടെ സ്ഥാപനത്തിൻ്റെ ഇന്ത്യൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള എല്ലാ ഫെസിലിറ്റീസ് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഞാൻ ചോദിക്കാൻ പോകുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമായിരിക്കും. അതായത് നമുക്കിപ്പോൾ ഒരു ഇന്റീരിയറിൻ്റെ കൊട്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എമൗണ്ട് മാക്സിമം നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് എന്തൊക്കെ ടിപ്സാണ്, അതായത് കൊട്ടേഷൻ എമൗണ്ട് കുറയ്ക്കാനുള്ള മെയിൻ ഒരു ഐഡിയാസാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാനല്ല, നമ്മുടെ ബിജു ബ്രോ ഷെയർ ചെയ്യാൻ പോണേ. അപ്പോൾ എന്തൊക്കെയാണ് ബിജു ബ്രോ നമുക്ക് ഒരു എമൗണ്ട് കുറയ്ക്കാനായിട്ടുള്ള ടിപ്സ്? എമൗണ്ട് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അത് സെക്കൻഡ് സ്റ്റേജിലല്ല ചെയ്യാനുള്ളത്, ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ചെയ്യാനുള്ളത്. ഞാൻ നേരത്തെ പറയില്ല, ഇനീഷ്യൽ പ്ലാനിങ് പ്രോപ്പർ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് നല്ലൊരു കോസ്റ്റിനെ സേവ് ചെയ്യാൻ പറ്റും. നമ്മൾ ചിന്തിക്കാൻ പറ്റാത്തൊരു കോസ്റ്റിനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളൊരു വീട്, വില്ല ഒക്കെ പ്ലാനിങ്ങിൻ്റെ സമയത്ത് തന്നെ നമുക്ക് എത്ര നല്ല ഇൻറ്റീരിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും, എത്ര പൈസ മുടക്കി നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും അവിടേക്ക് എത്തുന്ന ലൈറ്റിംഗ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല. ചിലപ്പോൾ നമ്മുടെ സ്പേസിൽ ഒന്നും ചെയ്തിട്ടുണ്ടായിരിക്കില്ല, ജസ്റ്റ് നമ്മളൊരു ചെയർ, ഒരു പ്ലാന്റിന്റെ പോട്ട് മാത്രമേ വെച്ച് കാണുന്നു. പക്ഷെ അവിടെ ലൈറ്റിംഗ് പ്രോപ്പർ ആണെങ്കിൽ അതിന് ഭയങ്കര ഭംഗിയായിരിക്കും. അപ്പോൾ അതിൽ തന്നെ നമുക്കറിയാം ലൈറ്റിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണെന്നുള്ളത്. സോ എപ്പോഴും സീലിംഗിൽ തന്നെ ലൈറ്റ് നമുക്ക് എപ്പോഴും കിട്ടണം. ഞാൻ ചോദിച്ചോട്ടെ, അപ്പോൾ ഇപ്പോൾ ഈ അടുത്തായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ സീലിംഗ് ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും നല്ലതാണോ, അതോ ഇന്റീരിയറിൽ ഫാൾസ് പ്രൂഫ് ചെയ്യുമ്പോൾ സീലിംഗ് ലൈറ്റ് കൊടുക്കുന്നതാണോ നല്ല, ഏതായിരിക്കും ബെസ്റ്റ് എന്ന് പറയുന്നത്? ഇതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് എപ്പോഴും സീലിംഗിൽ തന്നെ ലൈറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇന്റീരിയറിന് എത്രയും അധികം ഭംഗി കിട്ടുള്ളൂ, നമ്മൾ വിചാരിച്ച ഒരു ഔട്ട്പുട്ട് കിട്ടുള്ളൂ, 3D കണ്ടുപോലെ വരുള്ളൂ. സോ അപ്പോൾ ഈ സീലിംഗിൽ നിന്ന് ലൈറ്റ് കിട്ടാൻ നമുക്ക് പൊതുവെ എല്ലാവരും ഫസ്റ്റ് ഓപ്ഷൻ വെക്കുക ഫോൾ സീലിംഗ് തന്നെയാണ്. ഫോൾ സീലിംഗ് നല്ലൊരു പ്രൊഡക്റ്റാണ്. ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാ പ്രൊഡക്റ്റും നല്ലത് തന്നെയാണ്. സോ ഫോൾ സീലിംഗ് ഒരു മോശം പ്രൊഡക്റ്റ് എന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ഡിസൈനിങ്ങിനൊക്കെ വരുമ്പോൾ ഫോൾ സീലിംഗ് കൂടാണ്ട് കഴിയില്ല. പക്ഷേ നമുക്കൊരു ബഡ്ജറ്റിലേക്ക് കൊണ്ടുവരാനോ ഇല്ലെങ്കിൽ ഇനീഷ്യൽ പ്ലാനിങ് നമുക്ക് പ്രോപ്പറായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൂ സീലിംഗിൽ തന്നെ നമുക്ക് പ്രൊവിഷൻസ് ആഡ് ചെയ്ത്, ആ പ്രൊവിഷൻസ് ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ പ്രോപ്പർ ഡ്രോയിങ്ങിൽ നമ്മൾ ഡിസൈൻ ഡിമാൻഡ് ചെയ്യുന്ന പോലെ തന്നെ ലൈറ്റ്സ് വരാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി തരാം, നമുക്കൊരു 2000 സ്ക്വയർ ഫീറ്റ് വീടൊക്കെ ആണെങ്കിൽ നമുക്കൊരു 1.5 to 2 lakhs ഇടയിൽ സേവിങ്സ് ഉറപ്പാണ്. ആ ഒരു സിംഗിൾ കാര്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ. കാരണം നമുക്കൊരു സീലിംഗ് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫോൾ സീലിംഗ് കോസ്റ്റ്, പെയിന്റിങ്, പുട്ടി പെയിന്റിങ് കോസ്റ്റ്, ഇലക്ട്രിക്കലിന്റെ കോസ്റ്റ്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് അവിടെ തന്നെ സേവ് ചെയ്യാൻ പറ്റും. ടൈം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സേവ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു എമൗണ്ട് അവിടെ വന്നു കഴിഞ്ഞു. പിന്നെ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ പ്രോപ്പർ ഇലക്ട്രിക്കൽ ഡ്രോയിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈൻ, ഇപ്പോൾ വാളിൽ ഒരുപാട് ഭാഗത്ത് ഡ്രസ്സിംഗ് യൂണിറ്റ്സ്, അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റിങ്, ഒരുപാട് ലൈറ്റിങ് നമുക്ക് അല്ലാതെ ഇന്റീരിയറിൽ വരും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ആദ്യമേ പോയിന്റ്സ് ഒക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ലൂപ്പിങ്ങിന്റെ പുറമെ തന്നെ നമുക്ക് അൺവാണ്ടഡ് കോസ്റ്റുകൾ ഒഴിവാക്കാൻ പറ്റും. പിന്നെ എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം ഫോർ എക്സാമ്പിൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഫിനിഷിംഗ് കഴിഞ്ഞ് ഹാൻഡ് ഓവർ കിട്ടിയ സൈറ്റിലേക്ക് നമ്മൾ പോവുകയാണ്, നമുക്കൊരു പോയിന്റ് അവിടെ വേണം. നമ്മൾ ഓൾറെഡി അവിടെ ചുമര് വീണ്ടും കട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു പോയിന്റ് അങ്ങോട്ട് കൊണ്ടുവരുന്നത്, അത് വീണ്ടും പാച്ച് ചെയ്യണം, പെയിന്റ് ചെയ്യണം,
ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ പല പല ലേബേഴ്സ് വരും. ഈ പല പല ലേബേഴ്സ് വരുമ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ കോസ്റ്റോട് മാറും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ഇനീഷ്യൽ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രോജക്റ്റിന്റെ 20% കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ഗ്യാരണ്ടിയാണ്. അതെ അതെ. നമ്മൾ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്കിപ്പോൾ ഒരു ക്ലയന്റ് ഉണ്ട്, അവർക്കിപ്പോൾ നാട്ടിലില്ല, ഗൾഫിലാണ്. അപ്പോൾ അവർക്കിപ്പോൾ ഫർണിച്ചർ കൂടെ വേണം അതിനകത്ത് ഉൾക്കൊള്ളിക്കണം. ബാക്കിയുള്ള നമുക്ക് ഈ പറഞ്ഞ പോലെ പോർട്രേറ്റ്സ് അങ്ങനെ ബാക്കി അറേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം കൂടെ ഒരു പാക്കേജ് ആയിട്ട് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഒരു ഇന്റീരിയർ എന്ന് പറയുമ്പോൾ ഒരു പ്ലൈവുഡിന്റെ ഒരു വർക്ക് മാത്രം, അല്ലെങ്കിൽ ഒരു ഫോൾ സീലിംഗിന്റെ ഇത് മാത്രമല്ല, അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ്സ് വരുമ്പോൾ ഇന്റീരിയറിന് ഭംഗി കിട്ടുള്ളൂ. നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ സീലിംഗ് ലൈറ്റ്സിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഒരു റൂം, ഇപ്പോൾ നമ്മളൊരു ബെഡ്റൂമോ ലിവിംഗ് റൂമോ നമ്മൾ അത് അറേഞ്ച് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമുക്ക് ആ ഒരു ബെഡ്റൂം ആണെങ്കിൽ ആ ഒരു ബെഡ് കോട്ട് മാട്രസിന്റെ മുകളിൽ നമ്മൾ ഇടുന്ന ഒരു ബെഡ്ഷീറ്റ്, അതിന്റെ സ്പ്രെഡ്സ് വരെ നമ്മൾ ഇന്റീരിയറിന് ഹൈലൈറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ വെക്കുന്ന ഓരോ ക്യൂരിയോസ്, പോട്ട്സ്, ഡെക്കോർ ഐറ്റംസ്, ഇതൊക്കെ നമ്മൾ ഇന്റീരിയറിന് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഒരു ഇന്റീരിയർ എന്ന് പറയുമ്പോൾ എപ്പോഴും അവസാനത്തെ ഒരു പോട്ട്, ഒരു പ്ലാൻ പോട്ട് ആണെങ്കിൽ പോലും അത് നമ്മൾ ആ ഡിസൈൻ ഡിമാൻഡ് ചെയ്യുന്ന പോലെ തന്നെ കൊണ്ടുവരുന്ന. അപ്പോൾ നമ്മൾ എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു മാച്ചും ഇല്ലാത്ത കുറെ ഐറ്റംസ് നമ്മൾ വാങ്ങി അതിലേക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഇന്റീരിയറിന്റെ ഭംഗി പോകും. സോ നമ്മളെപ്പോഴും നമ്മൾ ഓഫർ ചെയ്യുന്നതും നമ്മൾ കൺസൾട്ടേഷൻ കൊടുക്കുമ്പോഴും നിങ്ങൾ കസ്റ്റമേഴ്സ് എപ്പോഴും ചെയ്യേണ്ടതും ആ ഇന്റീരിയർ ആരാണോ ചെയ്തത് അവരെ കൊണ്ട് തന്നെ അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. സോ അപ്പോഴാണ് ആ ഒരു വിചാരിച്ച ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതായത് ലൈറ്റ്സ്, ഫർണിച്ചർ, പ്ലാന്റ്, ഇന്റീരിയർ പ്ലാന്റ്, മെയിൻ ഗാർഡൻ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുമല്ലോ അല്ലേ? എന്താണോ ഇന്റീരിയർ ആ വീട് ഡിമാൻഡ് ചെയ്യുന്നത് അതിന്റെ എല്ലാം ഒരു നമ്മൾ പ്ലഗ് ആൻഡ് പ്ലേ എന്നൊക്കെ പറയില്ലേ, സെയിം അതേപോലെ. അതായത് കസ്റ്റമേഴ്സ് വന്നാൽ ജസ്റ്റ് ഹൗസ് വാമിങ്ങിന്റെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാം. യെസ്, അത് പിന്നെ അതിലേക്ക് നമ്മൾ ഒന്നും പുതിയതായി വാങ്ങേണ്ട ഒരു കാര്യം വരരുത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ മിസ് മാച്ച് എന്നൊക്കെ പോലെ നമുക്ക് അതിലേക്ക് പറ്റാത്ത കുറെ പുതിയ ഡിസൈൻസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ നമ്മളെ ചെയ്തതിന്റെ ഭംഗിയെ പോകും. സോ എപ്പോഴും അത് ആ ഒരു പോട്ടാണെങ്കിൽ പോട്ട് ഉൾപ്പെടെ നമ്മൾ ഇനീഷ്യൽ പ്ലാനിങ്ങിലും നമ്മുടെ 3Dയിലും കൊണ്ടുവരുന്നതാണ് നമ്മൾ എപ്പോഴും സജസ്റ്റ് ചെയ്യാറ്. അതുപോലെ നമുക്ക് ഇതിനകത്ത് ടൈമിങ് പല ക്ലയൻസ് ചോദിക്കാറുണ്ട്, എത്ര നാൾ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും? ചില ഭയങ്കരമായിട്ട് തിരക്ക് കൂട്ടാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ച് ടൈം കൊടുക്കുന്നതല്ലേ നല്ലത്? തിരക്ക് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നല്ല ഔട്ട്പുട്ട് കിട്ടത്തില്ലോ അല്ലേ? രണ്ട് തരത്തിലുണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ. അത് നമുക്ക് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യനെ ചെയ്യാം. കാരണം ഒരുപാട് സമയം തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന കേസുണ്ട്. ചില കേസുകൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പല ഫോൾട്ടുകൾ കാരണം നമുക്ക് ഡിലേ വരാറുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ബേസ്ഡ് ആണെന്ന് ഞാൻ പറയുള്ളൂ. അപ്പൊ നമുക്ക് സാറ് ചോദിച്ച പോലെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ എന്ന് പറഞ്ഞ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. സോ ഇപ്പോൾ നമ്മളെ അത് ഭയങ്കര അധികം പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവന്റെ ടൈം ഉണ്ടെങ്കിൽ പോലും, ഞാൻ ആ ഒരു കേസാണ് പറയാനുള്ളത്, ടൈം ഇല്ലാത്ത കേസല്ല, ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് നന്നായി വരാനുള്ള സമയം ആവശ്യത്തിന് ആ ക്രിയേറ്റീവ് ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. സെക്കൻഡ് തിങ്, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈവൻ ടൈം ഉണ്ടെങ്കിൽ പോലും ഫോൾട്ടുകൾ കാരണം ഡിലേ വരുന്ന കേസുകളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എന്നാലും നമുക്കൊരാൾക്ക് നല്ല രീതിയിൽ അത് ക്രിയേറ്റീവായി ചെയ്തെടുക്കണം, ടൈം കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. ഇപ്പോൾ ചിലപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ സിനാരിയോ അനുസരിച്ചിട്ട് പല ഷട്ട് ഡൗൺസുകൾ നമുക്ക് ഇപ്പോൾ ക്ലൈമാറ്റിക് കണ്ടീഷൻസും പല ഷട്ട് ഡൗൺസും വരുമ്പോൾ നമുക്ക് പ്രോജക്റ്റ് ഡിലേ ആകാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്നുള്ള ഫോൾട്ട് എന്ന് പറയുമ്പോൾ ഇനീഷ്യലി ഒരു പ്ലാനിങ് ഇല്ലാത്തതിൻ്റെ, കറക്റ്റ് നമ്മുടെ പ്രോപ്പർ പ്ലാനിങ്, നമ്മുടെ ഡ്രോയിങ്സ്, നമ്മുടെ ഷെഡ്യൂളിങ് പ്രോപ്പർ ആണെങ്കിൽ തന്നെ നമ്മുടെ പ്രോജക്റ്റ് കറക്റ്റ് ടൈമിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നേരത്തെ പറഞ്ഞ ഡ്രോയിങ്സ് വളരെ ഹെൽപ്ഫുൾ ആണ്. പ്രോപ്പർ ഡ്രോയിങ് ഇല്ലാന്നുണ്ടെങ്കിൽ ഓരോ ആൾക്കാരും കൺഫ്യൂസ്ഡ് ആയിട്ട് അത് സൊല്യൂഷൻ കൊണ്ടുവന്ന് ചെയ്തെടുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഡിലേ വന്നോണ്ടേ. തീർച്ചയായിട്ടും നമുക്ക് കറക്റ്റ് പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു 30 ഡേയ്സിനകത്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി പ്രോജക്റ്റിന്റെ സൈസ് അനുസരിച്ചിട്ട് കേട്ടോ, എല്ലാതും 30 ഡേയ്സ് 15 ഡേയ്സിൽ എന്ന് പറയുന്നില്ല. അപ്പോൾ 30 ഡേയ്സ് 45 ഡേയ്സ് നമുക്ക് കമ്മിറ്റ് ചെയ്ത ടൈമിന്റെ അകത്ത് തന്നെ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും, പ്രോപ്പർ പ്ലാന് ഡ്രോയിങ്സ് എല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഹോം ലോൺ ഒക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇന്റീരിയേഴ്സിന്റെ എമൗണ്ട് കൂടെ ഹോം ലോണിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഇപ്പോൾ തീർച്ചയായിട്ടും വരുന്നുണ്ട്. അപ്പോൾ അത് ആദ്യം തന്നെ പ്ലാൻ ചെയ്യുവാണെങ്കിലൊക്കെ അല്ലേ? അതെ, ഇപ്പൊ നമുക്ക് എല്ലാ ഹോം ലോണിന്റെ കൂടെ തന്നെ ഫർണിഷിംഗ് എന്ന് പറഞ്ഞിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അപ്പോൾ കൊട്ടേഷൻ വേണ്ടി വരും. തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ ബിൽഡേഴ്സിന്റെ ഭാഗത്തുനിന്നുള്ള പോലെ തന്നെ ഇപ്പൊ നമ്മളെപ്പോലുള്ള കമ്പനീസും നമ്മൾ അതിന് കൊട്ടേഷൻ കൊടുക്കും. എസ്റ്റിമേഷൻ കൊടുക്കുന്ന സമയത്ത് ബാങ്ക് ഇത് ഒരുമിച്ചാണ് ഇത് അപ്രൂവൽ ആക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്റീരിയറിന് വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ട് ഹോം ലോണിന്റെ കൂടെ ചേർത്തെടുക്കുന്ന ഓപ്ഷൻസും അവൈലബിൾ ആണ്. നമ്മൾ EMI അടയ്ക്കുമ്പോൾ ചെറിയൊരു എമൗണ്ടേ നമുക്ക് വരത്തുള്ളൂ അല്ലേ? നമ്മൾ പെട്ടെന്ന് ഒരു ഇൻവെസ്റ്റ്മെന്റ് അധികം ഇടേണ്ട ആവശ്യം വരുന്നില്ല. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഡൗട്ട്സ് എല്ലാം കമന്റ് ആയിട്ട് എഴുതി അറിയിക്കുകയാണ്. നമ്മൾ ഇനി ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമുക്ക് ചെയ്യാം, കമന്റ്സ് ഒക്കെ വെച്ചിട്ട്. അതെ, അപ്പോൾ നമ്മൾ നമ്പേഴ്സ് ഒക്കെ അടിയിൽ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ വീഡിയോയുടെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ നിങ്ങൾ നേരിട്ട് വിളിക്കുക.
നിങ്ങളിപ്പോൾ ഒരു വർക്ക് തരാൻ വേണ്ടി വിളിക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. അതായത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം അല്ലേ. നമുക്ക് വർക്കിനെ അല്ല അതാ പറഞ്ഞു നമുക്കൊരു ഈ ഒരു മേഖലയിൽ ഇന്റീരിയറിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. അതെ, ഒരു ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് വിളിക്കാം, സംസാരിക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കൺസൾട്ടൻസിയിൽ തന്നെയാണ്. അതെ. സോ നമ്മളെപ്പോഴും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാൻ നമ്മളെ കൊണ്ടാവുന്ന പോലെ നമ്മൾ എപ്പോഴും ശ്രമിക്കും. അതെ അതെ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വിജു ബ്രോയ്ക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാം. താങ്ക് യു സോ മച്ച്. ശരി, താങ്ക് യു.